സ്ത്രീയുടെ വേദനയും സ്ത്രീയുടെ പ്രശ്നങ്ങളും സാറിൻ്റെ രചനകളിൽ ഇതുപോലെ തന്നെ പാരിസ്ഥിതിക അവബോധം പോലെ തന്നെയുള്ള ഒരു അടിസ്ഥാന ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ സാറിൻ്റെ സർഗാത്മക പരിണാമങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സ്വയംവരം, മാധവി എന്ന ഒരു ഇതിഹാസത്തിലെ കഥാപാത്രത്തെ എടുത്ത് സ്ത്രീത്വത്തിൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കാൻ വേണ്ടി സാറ് തയ്യാറാവുകയുണ്ടായി. ഒന്ന് പറയുമോ അതിനെക്കുറിച്ച് സാറിൻ്റെ? അല്ല, മാധവിയുടെ കഥ എടുക്കാനൊരു കാരണം, ഒരിക്കലും ഈ ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ഈ മഹാഭാരതത്തിലെ നായികമാരെ പറ്റി ഒരു വനിതാ വേദി എന്തോ ഉണ്ട് എഴുതാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ സീത, പിന്നെ വാഞ്ചാലി തുടങ്ങിയ എല്ലാവരും അതെ, അപൂർവ നായികമാർ, അപ്രശസ്ത നായികമാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാധവിയെ പറ്റി തേടി പിടിച്ചാണ് ഈ ഞാൻ എഴുതി ചെറിയൊരു വായിച്ചിട്ടുണ്ട്. സരവിനി എഴുതി അവിടെ പ്രക്ഷേപണം നടത്തുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഈ അപ്രശസ്ത നായികയിലാണ് നമ്മൾ വളരെയധികം ഈ അപ്രശസ്ത നായികയുടെ ജീവിതം നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വെറും ക്രയവിക്രയ സാധനമായിട്ട് ഈ സ്ത്രീയെ മാറ്റുന്നതും അതിനോടൊരു സ്ത്രീ പ്രതിഷേധിച്ചതും വ്യാസൻ എഴുതിയിരിക്കുന്നല്ലോ എന്ന് തോന്നി. അപ്പോൾ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന ഒരു ചൊല്ലുണ്ട്. വ്യാസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണതേ ഉള്ളൂ. അപ്പോൾ ഈ 20ാം നൂറ്റാണ്ടിലാണ് അത് എഴുതിയത്. ഈ 20ാം നൂറ്റാണ്ടിലെ ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ പോലും ഒരു സ്പിരിറ്റ് അതിനകത്തുണ്ട്. എവിടെയാണ് അവൾ പറയുന്നു, തന്നോടൊപ്പം പുറത്ത 3 രാജാക്കന്മാരും തൻ്റെ മുമ്പിൽ സ്വയംവരാർത്ഥികളായിട്ട് വന്നിരിക്കുമ്പോൾ അവരെ നോക്കി ഈ വർണ്ണമാലി ഒഴിച്ചിട്ട് 3 രാജാക്കന്മാരുടെയും ഒരു മഹർഷിയുടെയും കൂടെ പുറത്തവളാണ് ഞാൻ, 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, നിങ്ങൾക്ക് വേണോ എന്നെ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മുഖത്ത് ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയൊരു അന്തസ്സുള്ള ചോദ്യമാണ് അവിടെ. അല്ലാതെ അവിടെ ഫെമിനിസം എന്ന് പറയുന്നത് വസ്ത്രം എങ്ങനെ വേണം, പിന്നെ ഭർത്താവിനെ വരുമ്പോൾ കാലുപൊക്കി സ്റ്റൂളിലോട്ട് വയ്ക്കണോ എന്നുള്ളതല്ല അവിടെ ചർച്ചാ വിഷയം. എന്നിട്ട് അവൾ ഞാൻ ഈ വനത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞ ആ വർണ്ണമാല്യം വനത്തിലേക്ക് എറിഞ്ഞു ഓടി അപ്രത്യക്ഷയായി. ഇതിൽ പരം ഒരു അതിമനോഹരമായ, ശക്തമായ, രൂക്ഷമായ അല്ലെങ്കിൽ തീക്ഷ്ണമായ ഒരു ഫെമിനിസ്റ്റ് സ്പിരിറ്റ് ഉള്ള ഒരു കഥയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് എഴുതിയതാണ്. പിന്നീട് ഈ ഫെമിനിസം എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന പല സംഗതികളിൽ ഞാൻ നോക്കിയപ്പോൾ ഈ മാധവി എന്ന കഥാപാത്രത്തെ വ്യാസൻ സൃഷ്ടിച്ചു എത്ര യുഗങ്ങൾക്കപ്പുറത്താണ്. അപ്പോൾ ഈ വ്യാസന് ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു തിരുവാഴ്ത്തോടുകൂടിയാണ് ഞാൻ ഈ സ്വയംവരം കവിത എഴുതിയിട്ടുള്ളത്. അത് മോഡേൺസൊന്നുമില്ല അതിനകത്ത്. പക്ഷേ വ്യാസന് ഒരു തിരുവാഴ്ത്ത്, വ്യാസൻ ആരെയെല്ലാം വ്യാസൻ എഴുതി കൊടുത്ത ഗണപതി സങ്കല്പത്തിലുണ്ടല്ലോ, ഈ ഇടതടവില്ലാതെ എഴുതുന്ന ഒരുത്തം വേണമെന്ന് പറയുമ്പോൾ വിഘ്നേശ്വരനെ പറ്റിയുള്ള അതൊക്കെ കഥകളാണ്, കൽപ്പനകളാണെന്ന് വയ്ക്കുക. ആ വിഘ്നേശ്വരൻ വരെ തിരുവാഴ്ത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കവിത എഴുതിയത്. പക്ഷേ അത്രത്തോളമൊന്നും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കാനൊന്നും പിന്നെ ലീലാവതി ടീച്ചറെ പോലെയോ അല്ലെങ്കിൽ അപൂർവം ചില ആളുകളല്ലാതെ പലരും അതിന് ശ്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിന്താവിഷ്ടയായ സീതയിലൂടെ കുമാരനാശാൻ നിർവഹിച്ച അത് പറഞ്ഞത് EMS. ഈ സ്വയംവരത്തെപ്പറ്റി EMS ദേശാഭിമാനിയിൽ ലേഖനം എഴുതി.